ചെക്ക് ചെയ്യുന്നില്ല. എന്തിനാണ് CBI മെഡിക്കൽ ഫെസിലിറ്റി ഒബ്ജക്ട് ചെയ്യുന്നത്? എന്തിനാ വിച്ച് ഇസ് എ urgent letter from the magistrate going to the doctor in the hospital? Why is he not replying? അത് അവിടെ കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. ഈ ക്ലാർക്ക് കൊണ്ടുപോയ ക്ലാർക്ക് പറയുന്നത് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതെല്ലാം വളരെ അത്ഭുതമായിട്ട് ഇരിക്കുന്നത്. രാജൻപിള്ളയുടെ രോഗത്തിന് ചികിത്സ ജയിലിൽ ലഭ്യമല്ലെന്ന സത്യവും ചികിത്സ ലഭിക്കുന്ന ഹോസ്പിറ്റലുകളെ കുറിച്ചുള്ള വിവരവും മജിസ്ട്രേറ്റ് ആവശ്യപ്പെട്ടിട്ടും നൽകാതിരുന്ന CBIയുടെ പ്രവർത്തനത്തെ ലീല സേത്ത് കമ്മീഷൻ നിശിതമായി വിമർശിക്കുന്നു. രാജൻപിള്ളയ്ക്ക് ചികിത്സ നിഷേധിച്ചതിൽ ജയിൽ ഡോക്ടർമാർക്കുള്ള പങ്കിനെ വിമർശിച്ച കമ്മീഷൻ ഡോക്ടർമാർ കാണിച്ച വിചിത്രമായ രീതികളിലും സംശയം തോന്നിക്കുന്നതായി സൂചിപ്പിക്കുന്നു. പേപ്പറിലും വന്നു രാജനും പറഞ്ഞു ലിവർ സിറോസിസ് ഉണ്ടെന്ന്. എന്നാൽ അവിടുത്തെ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് ഒരാൾ അങ്ങനത്തെ ഒരു കംപ്ലൈന്റ് ചെയ്യുമ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് അതിനായിട്ടുള്ള കറക്റ്റ് മെഡിക്കേഷൻ കൊടുക്കേണ്ട അവരുടെ ഡ്യൂട്ടി അല്ലേ? ഒരാൾ അതാ കംപ്ലൈന്റ് ചെയ്യുന്ന അത് തന്നെ ഹോസ്പിറ്റലിലും പോയി പറയുന്നത്. നമ്മളാണെങ്കിൽ മെഡിക്കൽ പേപ്പേഴ്സ് നമ്മളാണെങ്കിൽ കോടതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ പേപ്പേഴ്സ് വരെ കോഗ്നിസൻസ് എടുക്കാതെ അത് തന്നെ നമ്മൾ ജയിലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ ഡോക്ടേഴ്സിന് മനസ്സിലാവാത്ത കാര്യമൊന്നും അല്ല ഈ ഒരു മെഡിക്കൽ ഇത്. അവര് ഓൺ ദെയർ ഓൺ ചെക്ക് ചെയ്ത് പറയേണ്ടതല്ലേ ദാറ്റ് ഇങ്ങനത്തെ ഒരാൾ വന്നിട്ടുണ്ട്, ഇയാൾക്കൊരു ഡിസീസ് ഉണ്ട്, ആ ഡിസീസ് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡോക്ടർ ഇതിന്റെ അകത്ത് വന്ന് നോക്കണം എന്ന്. ഇതൊന്നും അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ടൈം അവൈലബിൾ ആണ്. മരിച്ചതിലല്ല ഞങ്ങൾക്ക് ദുഃഖം, പക്ഷെ ശരിക്കും ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റും ഇല്ലാതെ മരിച്ചല്ലോ എന്നാണ്. അത് ആവശ്യപ്പെട്ടിട്ടും കൂടെ അവരൊന്നും ചെയ്തില്ലല്ലോ. സാധാരണ ഒരു മനുഷ്യൻ വേറെ ക്രിമിനൽ ആയിക്കോട്ടെ, എന്നാലും ഒരു ഡോക്ടറിനെങ്കിലും വെച്ചൊന്ന് നോക്കായിരുന്നില്ലേ? നേരത്തെ പ്രിസ്ക്രൈബ് ചെയ്തിരുന്ന മരുന്നെങ്കിലും ഒന്ന് കൊടുക്കായിരുന്നില്ലേ? എന്നിട്ട് കളിയാക്കുന്നു. അതേസമയം രാജൻപിള്ളയുടെ മരണം ഒരു അവിശുദ്ധ ഗൂഢാലോചനയുടെ സന്തതിയായിരുന്നുവെന്ന് നീന പിള്ള ആരോപിക്കുന്നു. ബോംബെ ഡൈയിങ്ങിന്റെ ചെയർമാൻ നുസ്ലി വാഡിയയും രാജൻപിള്ളയുടെ പഴയ പാർട്ണർ റോസ് ജോൺസണും ചന്ദ്രസ്വാമിയുമായി ചേർന്ന് രാജൻപിള്ളയ്ക്കെതിരെ ഗൂഢാലോചന നടത്തുകയായിരുന്നുവത്രേ. രാജൻപിള്ളയെ ജയിലിൽ വധിക്കാൻ പദ്ധതിയിട്ട ഇവർക്ക് CBIയിൽ നിന്നും മജിസ്ട്രേറ്റിൽ നിന്നും ജയിൽ ഡോക്ടർമാരിൽ നിന്നും സഹായം ലഭിച്ചിരുന്നതായും ആരോപണമുയർന്നു. യഥാർത്ഥത്തിൽ പിന്നീട് നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് ഈ രാജൻപിള്ളയുടെ ശത്രുക്കളായിട്ടുള്ള ബിസിനസ്സുകാരുള്ളവര് ഈ തീഹാർ ജയിലിലെ അധികാരികളെ, ഈ വാർഡന്മാരെയും സൂപ്രണ്ടിനെയും മറ്റൊക്കെ സ്വാധീനം ചെയ്തു. അഴിമതിയുടെ കേന്ദ്രമായതുകൊണ്ട് പൈസ കൊടുത്ത് സ്വാധീനിക്കാൻ പ്രയാസമൊന്നുമില്ല. അങ്ങനെ രാജൻപിള്ളയെ കൊണ്ടുവന്ന അന്ന് മുതൽ അതികഠിനമായിട്ട് ഉപദ്രവിച്ചു. മൂന്നാമത്തെ ദിവസം സർവൈവ് ചെയ്യാൻ നിവൃത്തിയില്ലാതെ കൈയും കാലുമൊക്കെ നീര് വെച്ച് ലിവറ് ഡാമേജ്ഡ് ആയിട്ട് മരിക്കുന്ന ലക്ഷണം കണ്ടപ്പോഴാണ് ആശുപത്രി കൊണ്ടുപോകുന്നത്. അതും അവിടെ തന്നെയുള്ള മൂന്നാം കിട ആശുപത്രിയിൽ ആദ്യം കൊണ്ടുവന്നു. ബൈ ദ ടൈം ഹി വാസ് പ്രാക്ടിക്കലി ഫിനിഷ്ഡ് എന്ന് പറയാം. രാജൻപിള്ളയ്ക്കെതിരെ നടന്ന ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നീനപിള്ള സുപ്രീം കോടതിയെ സമീപിച്ചു. രാജൻപിള്ളയുടെ മരണത്തിൽ ദുരൂഹതകൾ ഉണ്ടെന്ന വാദം അംഗീകരിച്ച കോടതി ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ CBIയോട് ആവശ്യപ്പെട്ടു. സർക്കംസ്റ്റാൻസസ് ഉണ്ട് പ്രൂവ് ചെയ്യാനായിട്ട്. അത് എല്ലാ കോർട്ട്സും ഫ്രം ദി ലോവർ കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട്, ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട് വരെ കണ്ടുപിടിച്ചതാ. എല്ലാവരും ഒരുമിച്ച് കണ്ടുപിടിച്ചതാ. എന്തായാലും സർക്കംസ്റ്റാൻസസ് ഉണ്ട്, ഇതൊരു ഗൂഢാലോചനയാണ്, അത് CBI തന്നെ അന്വേഷിക്കണം. ലീല സേത്ത് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ മാത്രം പോരാ, അവരുടെ റിപ്പോർട്ട് ഫുൾഫില്ലിംഗ് അല്ല, അതുകൊണ്ട് ഒരു അന്വേഷണം കാണും. ഇത്രയും ആളുകൾ ഡിസൈഡ് ചെയ്ത് കഴിയുമ്പം ഡെഫിനറ്റ് ആയിട്ട് ആരോ എല്ലാം കാണും. ആ ആളുകൾ തന്നെ ആയിരിക്കണം ഇഫ് ഇൻ കേസ് ദർ ഇസ് എനിത്തിങ് ഇതിന്റെ സഡൻ ആയിട്ട് ഇത് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പോവാതെ ഇരിക്കാനായിട്ടുള്ള ഒരു ഇത് ചെയ്യുന്നത്. CBI അന്വേഷണത്തിന് സുപ്രീം കോടതി ഉത്തരവിട്ട് 2 വർഷം കഴിഞ്ഞിട്ടും ഇനിയും വേണ്ട വിധത്തിൽ അന്വേഷണം ഉണ്ടായിട്ടില്ലെന്ന് രാജൻപിള്ളയുടെ ബന്ധുക്കൾ പറയുന്നു. ഡെഫിനറ്റ് ആയിട്ടില്ല. ബിക്കോസ് അങ്ങനെ ഒരു അന്വേഷണം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും എല്ലാം പാർട്ട് ഓഫ് ദി അന്വേഷണത്തിന് ഉള്ള ഡീറ്റെയിൽസും എല്ലാം കളക്ട് ചെയ്യാനായിട്ട് എന്തായാലും വരണമായിരുന്നു. അതൊന്നും കാണുന്നില്ല. എന്നിട്ട് എല്ലാ ദിവസവും മാറുന്തോറും ഒരു മർഡർ എല്ലാം ഉണ്ടെങ്കിൽ അതിന്റെ ഈ വിറ്റ്നസ്സോ അതോ അതിന്റെ സാഹചര്യങ്ങളെല്ലാം മറഞ്ഞു പോകത്തതേ ഉള്ളൂ. ഇന്ത്യൻ വ്യവസായ രംഗത്തെ അതികായനായ നുസ്ലി വാഡിയ അടക്കമുള്ളവർക്ക് നേരെ
സംശയത്തിന്റെ കരിനിഴൽ വീഴുന്ന സാഹചര്യത്തിൽ രാജൻ പിള്ള കേസ് ഏതുവരെ എത്തുമെന്ന കാര്യത്തിലും ബന്ധുക്കൾക്ക് സംശയമുണ്ട്. വാടി ഇപ്പം വൺ ഓഫ് ദി മോസ്റ്റ് പവർഫുൾ പീപ്പിൾ ഇൻ ഇന്ത്യ ആയി കഴിഞ്ഞു. പ്രൈം മിനിസ്റ്ററിന്റെ 12 കമ്മിറ്റീസ് ഉണ്ട് അഡ്വൈസിങ് ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ്. അതിൽ 7 കമ്മിറ്റി ചെയർമാൻ വാടി തന്നെയാണ്. വാടിയയ്ക്ക് മാത്രമേ ഉള്ളൂ ഒരു ഡയറക്റ്റ് ആക്സസ് ടു ദി പ്രൈം മിനിസ്റ്റർ. ഈവൻ പ്രൈം മിനിസ്റ്റർ അസുഖമായിട്ട് കിടക്കുമ്പം വൺ ഓഫ് ദി ഫ്യൂ പീപ്പിൾ ഐഡന്റിറ്റി കാർഡ് ഒന്നും ഇല്ലാതെ പോയി കാണാൻ പറ്റുന്ന നസ്ലി വാടിയാണ്. നസ്ലി വാടി ഇത് ചെയ്തെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നസ്ലി വാടിയ ബിഗ്ഗസ്റ്റ് ബെനിഫിഷ്യറി രാജനന്റെ മരണത്തില്. സാധാരണ ഒരാളിപ്പം ഒരു ക്രൈം നടന്ന ആരാ അതിന്റെ ബെനിഫിഷ്യറി, അവർക്ക് ആ ഫസ്റ്റ് ഡൗട്ട് വരുന്നത്. ഡെഫിനറ്റ് ആയിട്ട് ഒരു ബെനിഫിഷ്യറി ഉണ്ട്. അതനുസരിച്ച് അന്ന് BJP ഗവൺമെന്റ് തന്നെയായിരുന്നു ഡൽഹി സ്റ്റേറ്റ് റൂൾ ചെയ്തത്. അവരെ ഇപ്പൊ സെൻട്രലില് അവരാണെങ്കിൽ നമ്മളെ 20 MPs വന്ന് പാർലമെന്റിൽ റിക്വസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു CBI അന്വേഷണം വേണമെന്ന്. അത് അവര് ഡിനൈയും ചെയ്തു. എന്നിട്ടാ നമ്മള് സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ഓർഡർ വന്നത്. രാജൻ പിള്ളയുടെ അപ്രതീക്ഷിത മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒഴിഞ്ഞുമാറാനാകാത്ത വിധം പങ്കുണ്ടെന്ന് ലീലാസെത് കമ്മീഷൻ വിമർശിച്ച അതേ CBI തന്നെയാണ് ഈ മരണത്തിന് പിന്നിലെ ദുരൂഹതകളെക്കുറിച്ച് അന്വേഷിക്കുന്നതും. ഇന്ത്യയുടെ പരമോന്നത കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും രാജൻ പിള്ള കേസിൽ ഒളിച്ചുകളി നടത്താൻ CBIയെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? അത് വളരെ അൺഫോർച്ചുനേറ്റാ. ബിക്കോസ് കേരള ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത ഒരു കേസാ ഇത്, ഇൻക്ലൂഡിങ് അസംബ്ലിയും എല്ലാം. ഇത് ഒരു പുതിയ കേസസും പുതിയ പ്രോബ്ലംസ് എല്ലാം വരുമ്പോൾ എന്തായാലും പഴയ കേസസ് മറന്നുപോകും. അതെല്ലാം ഒരു നോർമൽ കാര്യമാണ്. ഇതിൽ നിന്നൊരു കറക്റ്റായിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നാൽ നമുക്കറിയാം ഇതിനൊരു നീതി വരാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. പണവും പ്രതാപവും രാഷ്ട്രീയ അധികാരങ്ങളുമുള്ള ഉത്തരേന്ത്യൻ തമ്പുരാക്കന്മാർക്ക് തീരെഴുതി കൊടുക്കാനുള്ളതാണോ ന്യായവും നീതിയും? അങ്ങനെ അല്ലെന്ന് തെളിയിക്കാൻ പൗരന്റെ നികുതി പണം പറ്റുന്ന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. 2000 മുതൽ കേസ് CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. കോടികൾ വരുന്ന സ്വത്ത് സംബന്ധിച്ച് രാജൻ പിള്ളയുടെ വീട്ടുകാരും ഭാര്യയും തമ്മിലുള്ള തർക്കം കോടതിയിൽ. ബ്രിട്ടാനിയ കമ്പനി നുസ്ലി വാഡിയയുടെ നിയന്ത്രണത്തിലായി. സിംഗപ്പൂരിലെ സംരംഭങ്ങൾ സർക്കാർ ഏറ്റെടുത്തു. തായ്ലൻഡിലെ കമ്പനി രാജ്മോഹന്റെ നിയന്ത്രണത്തിൽ. രാജൻ പിള്ളയുടെ ഭാര്യ നീന പിള്ള വ്യവസായിയായ ഹരിരാം ശാസ്ത്രിയുമായി വിവാഹമുറപ്പിച്ചു. താമസം ഡൽഹിയിൽ. മൂത്ത മകൻ ക്രിഷ് ന്യൂയോർക്കിൽ പഠിക്കുന്നു. ഇളയ മകൻ ശിവ് ഡൽഹിയിൽ പഠിക്കുന്നു.